ബൈങ് ഹൗസ് അല്ലെങ്കിൽ ചൈൽഡ് എഡ്യൂക്കേഷൻ, ചൈൽഡ് മാരേജ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് പ്ലാൻ, ഇതിൽ രാകേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇതെങ്ങനെ രാകേഷ് പ്രയോറിറ്റൈസ് ചെയ്യും? എന്റെ പ്രയോറിറ്റിയിൽ റിട്ടയർമെന്റ്, ഹോം, ചൈൽഡ് എഡ്യൂക്കേഷൻ, ചൈൽഡ് മാരേജ്, ഇതായിരിക്കും എന്റെ പ്രയോറിറ്റി ഓർഡർ. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ, റിട്ടയർമെന്റ് ഇസ് ദി ഓൺലി ഗോൾ ഫോർ വിച്ച് യു ക്യാൻ നെവർ ഗെറ്റ് എ ലോൺ. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി അത് തന്നെ ആയിരിക്കണം. ഈ ഓൾട്ടർനേറ്റീവ് ഇൻകം നമുക്ക് നെസസിറ്റി ആണോ അതോ ലക്ഷറി ആണോ? ഓൾട്ടർനേറ്റീവ് ഇൻകം എന്ന് പറയുന്നത് ഇന്നൊരു നെസസിറ്റി ആണ്, ലക്ഷറി അല്ല. കോവിഡ് കഴിഞ്ഞത് പിന്നെ നമുക്ക് മനസ്സിലായ ഏറ്റവും വലിയ കാര്യം ജോലി പോവുകയോ നമ്മുടെ ബിസിനസ് പൊളിയോ ചെയ്യാന്ന് പറയുന്നത് നിമിഷം കൊണ്ട് നടക്കാവുന്ന കാര്യമാണ്. ഒരു വട്ടം കോവിഡ് വന്നതുകൊണ്ട് ഇനി ഒരിക്കലും വരാതിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി അതിനെ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും, കാശ് ഉണ്ടാക്കുന്ന ഒരു റൂട്ടായി ചാനലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓൾട്ടർനേറ്റീവ് ഇൻകം എന്ന് പറയുന്നത് ഒരു നെസസിറ്റിയാണ്. ഈ റിട്ടയർമെന്റ് ഒരു ഐഡിയൽ ഏജ് ഉണ്ടോ? റിട്ടയർമെന്റിന് ഒരു ഐഡിയൽ ഏജ് ഇല്ല. ആക്ച്വലി റിട്ടയർമെന്റ് എന്ന് പറയുന്നത് എന്നും നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കോർപ്പസ് ഉണ്ടോ, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിനെ ടേക്ക് കെയർ ചെയ്യാം, അന്ന് നമുക്ക് റിട്ടയർ ചെയ്യാം. അത് ഇന്നത്തെ കാലത്ത് 35-ലാവാം, 55-ലാവാം, 60-ലാവാം. എത്ര നേരത്തെ നമ്മൾ നമ്മുടെ റിട്ടയർമെന്റ് ഗോൾ പ്ലാൻ ചെയ്യുന്നു അത്രയും നേരത്തെ നമുക്ക് അതിനകത്ത് ഫൈനാൻഷ്യലി നമുക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും.